ഓം നമോ നാരായണായ. ദശകം 3 ശ്ലോകം 1. പടന്തോ നാമാനി പ്രമദവരസിന്ധോ നിബദിതാഃ സ്വരന്തോ രൂപം ദേവരദ കഥയന്തോ ഗുണകഥാഃ ചരന്തോ യേ ഭക്താ ത്വയി ഖലു രമന്തെ പരമമോ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. രണ്ടാമത്തെ ശ്ലോകം. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേ അനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണു കുരുദയാം ഭവത്പാദാംബോജസ്മരണരസികോ നാമനിവഹ അഹം കായം ഗായം കുഹജന വിവത്സ്യാമി വിജനേ. ശ്ലോകം 3. കൃപാതേ ജാതാചേ കിമിവ നഹി ലഭ്യം തനുഭൃതാം മദീയക്ലേശൗഘപ്രശമനദശാ നാമ കിയതി ന കേ ലോകേസ്മിന്നനിശമയേ ശോകാഭിരഹിതാ ഭവദ്ഭക്താ മുക്താ സുഖഗതിമസക്താ വിദദതി. നമസ്തേ. ശ്രീമൻ നാരായണീയത്തിലെ 3-ാമത്തെ ദശകം, അതാണ് നമ്മളിവിടെ പരാമർശിക്കുന്നത്. ഇതിന് ഭക്തിപ്രാർത്ഥന എന്ന് തന്നെയാണ് അതിന് ശീർഷകം നൽകിയിരിക്കുന്നത്. ഭട്ടതിരിപ്പാട് അത് ഭക്തി, അതാണ് മനുഷ്യന് അത്യാവശ്യമായി വേണ്ടത് എന്നതിന് ഊന്നൽ നൽകുന്നു എന്നുള്ളതാണ്. ഇവിടെ ആ 1-ാമത്തെ ശ്ലോകം, അതിൽ വരദ തേ നാമാനി പാന്തരൂപം, വരദ എന്നാണ് ഗുരുവായൂരപ്പനെ അഭിസംബോധന ചെയ്യുന്നത് ഭട്ടതിരിപ്പാട്. വരദ എന്ന് പറഞ്ഞാൽ വരത്തെ നൽകുന്നവൻ എന്നാണ് വരദ. ഭഗവാൻ എപ്പോഴും തയ്യാറായിട്ട് നിൽക്കുകയാണ്. എപ്പോഴാണ് ഭക്തന്മാരെൻ്റെ അടുത്തേക്ക് വരുന്നത്? വരുന്ന ഭക്തന്മാരൊക്കെ പല ആവശ്യങ്ങളുമായിട്ടാണ് എൻ്റെ അടുത്തേക്ക് വരിക. അത് ഭഗവാന് തീർച്ചയാണ്, അറിയാം. അപ്പം അതുകൊണ്ട് അത് നൽകാൻ തന്നെ കാത്തിരിക്കുന്നത് പോലെയാണ് അങ്ങ് എപ്പോഴും ഞാൻ ദർശിക്കുമ്പോഴുള്ള ഭാവം എന്ന് പറയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങയുടെ നാമങ്ങൾ ജപിച്ചുകൊണ്ടും, അങ്ങയുടെ നാമം ജപിച്ചുകൊണ്ടാണ് ഭക്തന്മാർ അങ്ങയുടെ അടുത്തേക്ക് വരുന്നത്. രൂപം സ്മരന്തഃ ഗുണകഥാഃ കഥയന്തഃ, രൂപത്തെ ധ്യാനിച്ചുകൊണ്ടും. ഗുരുവായൂരപ്പൻ്റെ രൂപം എല്ലാവരുടെ മനസ്സിലും അങ്ങോട്ട് ഉറച്ചു നിൽക്കുകയാണ്. എത്രയോ തവണ ഗുരുവായൂർ പോകുന്നുണ്ടല്ലോ. ആ രൂപം എപ്പോഴും മനസ്സിലേക്ക് കൃത്യമായിട്ട് വരും എന്നർത്ഥം. ധ്യാനിച്ചുകൊണ്ടും അങ്ങയുടെ ഗുണങ്ങളും കഥകളും പറഞ്ഞുകൊണ്ടും. പ്രമദ ഭരസിന്ധോ നിപതിത ചരന്ത ഏ ഭക്താഃ, അങ്ങനെ അങ്ങയുടെ കഥകൾ പറഞ്ഞുകൊണ്ടും അങ്ങയുടെ നാമം ജപിച്ചുകൊണ്ടും പരമാനന്ദ സാഗരത്തിൽ, കടലിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടാണ് വരുന്നത് എന്നർത്ഥം. ആ ഭക്തന്മാർ അങ്ങയുടെ അടുത്തേക്ക് വരുന്ന അവരുടെ ഭാവം എത്ര മനോഹരമായിട്ടാണ് ഭട്ടതിരിപ്പാട് പറഞ്ഞിരിക്കുന്നത്. ത്വയി ഖലു രമന്തേ, അങ്ങയിൽ തന്നെ രമിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങയുടെ രൂപം, അങ്ങയുടെ ശബ്ദം, അങ്ങയുടെ കഥ, അങ്ങയുടെ നാമം, ഇതേ ഉള്ളൂ അവരുടെ മനസ്സിൽ, വേറെ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. അമും പരമഹം, അവരെ മാത്രമേ ഞാൻ സമധിഗത സർവാഭിലഷിതാൻ ധന്യാൻ മന്യേ, എല്ലാ ആഗ്രഹങ്ങളും സബലീകരിച്ച ധന്യാത്മാക്കളായി കണക്കാക്കുകയുള്ളൂ. ഇവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്ന ഭക്തന്മാർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഗുരുവായൂർ പോയി ഭഗവാനെ തൊഴണമെന്ന് പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ പിന്നെ നമ്മുടെ മനസ്സിൽ ഗുരുവായൂരപ്പനല്ലാതെ വേറെ ഒരാളും കടന്നു വരരുത്. നമ്മൾ ബസ്സിൽ കയറി, മറ്റ് പല വാഹനത്തിൽ കയറി ഗുരുവായൂരെത്തി അവിടെ ആ മുമ്പിലേക്ക് എത്തുമ്പോൾ മാത്രം ഓർത്താൽ പോരാന്നർത്ഥം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വേണം നാമം ജപിക്കുക. നിശബ്ദമായിട്ട് നാമം ജപിക്കാം. വിഷ്ണു സഹസ്രനാമം കയ്യിൽ വെച്ചാൽ മതി, അതിങ്ങനെ നോക്കി മനസ്സിൽ വായിച്ചാൽ മതി, സമയം അങ്ങനെ പോയിക്കോളും. പിന്നെ ഭഗവാന്റെ ഭാഗവത്തിലെ ചില കഥകൾ ഇങ്ങനെ ഓർക്കുക.
അപ്പോൾ ആ യാത്ര പോയത് അറിയുന്നില്ല, ആ സമയം പോലും നമ്മൾ അറിയാതെ പോകുന്നു എന്നാണ് ഭട്ടതിരിപ്പാട് നമുക്ക് നൽകുന്ന വലിയൊരു ഉപദേശവും ഈ ശ്ലോകത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. അങ്ങനെ ആ ഭഗവാനല്ലാതെ മറ്റൊന്നുമില്ല എന്ന ആ ചിന്തയോടുകൂടി ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഭഗവാനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഭഗവാന്റെ മനോഹര രൂപം മനസ്സിൽ വ്യക്തമാക്കിക്കൊണ്ട് ആ നടയിലെത്തി ഭഗവാനെ തന്നെ തൊഴുതുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ഭാവം, അത് ഗുരുവായൂരപ്പന് വളരെ ഇഷ്ടമാണ്. അത്തരം ഭക്തന്മാർക്ക് ഉടനെ എന്താ വരം വേണ്ടതെന്നൊരു നിലയിൽ അവിടെ ഭഗവാൻ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. പ്രാർത്ഥന എന്താണോ അത് ഉടനെ നൽകുന്നു എന്നാണ്. അതാണ് എപ്പോഴും ഗുരുവായൂർ പോകുമ്പോൾ ഒരു പിക്നിക്ക് പോകുന്ന പോലെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനോ അങ്ങനെ ആവരുത്. കാരണം നമുക്ക് നാം ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത് നമ്മുടെ കാര്യങ്ങൾ പറയാനാണ്, വിഷമങ്ങൾ പറയാനാണ്, സന്തോഷങ്ങൾ അറിയിക്കാനാണ്. അപ്പോൾ മറ്റുള്ളവരൊന്നും എന്തിനും നമ്മുടെ മനസ്സിൽ കടന്നു വരണം, മറ്റ് ചിന്തകൾ എന്തിനു കടന്നു വരണം? നമ്മളൊരു ആവശ്യത്തിനാണ് ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ ആ കാര്യം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആ ഭഗവാനെ കാണാൻ ചിലപ്പോൾ ക്യൂ നിൽക്കേണ്ടി വരും, 2 മണിക്കൂറോ 3 മണിക്കൂറോ ക്യൂ. അപ്പോഴൊക്കെ ഭഗവാന്റെ നാമവും മാത്രമേ നമ്മുടെ മനസ്സിൽ പാടുള്ളൂ. അതൊരു തപസ്സാണ് എന്നർത്ഥം. ആ തപസ്സിന് ഫലം നൽകാൻ വരം നൽകാൻ തയ്യാറായിട്ട് ആ ചോദിക്കുകയും നൽകുകയും ചെയ്യും എന്ന് ഗുരുവായൂരപ്പൻ്റെ പ്രത്യേകത മറ്റു മൂർത്തികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് തൻ്റെ ഭക്തന്മാരെ ഉടൻ അനുഗ്രഹിക്കുക എന്നുള്ള കർത്തവ്യം ഗുരുവായൂരപ്പൻ ചെയ്തുകൊണ്ടാണ്. അതിൽ നമ്മുടെ ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകം ഓർമ്മ വരികയാണ്. മയ്യേവ മന ആധൽസ്വ മയി ബുദ്ധിം നിവേശയ നിവശിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയ. ഭഗവത്ഗീതയിലെ 12-ാം അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകം. എന്താ അതിൻ്റെ അർത്ഥം? അർജുനോടാണല്ലോ ഭഗവാൻ പറയുന്നത്, എന്നിൽ തന്നെ നീ മനസ്സിനെ ഉറപ്പിക്കുക. നിൻ്റെ മനസ്സിൽ എൻ്റെ രൂപത്തെ അങ്ങോട്ട് ഉറപ്പിക്കുക. എന്നിൽ തന്നെ ബുദ്ധിയും ചേർക്കുക. ചിന്തിക്കുന്നതൊക്കെ എന്നെ തന്നെ ആവട്ടെ. അപ്പോൾ മനസ്സിലും ബുദ്ധിയിലും ഭഗവാനായി, പിന്നെ അവിടെ വേറെ ഒന്നുമില്ല എന്നർത്ഥം. അങ്ങനെ നിൻ്റെ മനസ്സും ബുദ്ധിയും എന്നിലങ്ങോട്ട് ഉറപ്പിച്ചാൽ പിന്നെ ഞാൻ എന്തെന്നാണോ ചിന്തിക്കുന്നത്, ഞാൻ എന്തെന്നാണോ അതൊക്കെ നിൻ്റെ മനസ്സിലും തോന്നും എന്നാണ്. ഇപ്പോൾ പ്ലഗ് നമ്മൾ ഇതിലേക്ക് അങ്ങോട്ട് കുത്തിക്കഴിഞ്ഞാൽ കറണ്ട് നമുക്ക് കിട്ടും അല്ലേ? പ്ലഗിലേക്ക് സ്വിച്ച് കുത്തുന്ന സമയത്ത് അത് കുത്തിയില്ലെങ്കിലോ കറണ്ട് അവിടെ ഉണ്ടാവും, നമ്മളിവിടെ ഉണ്ടാവും. ഇവിടെ ഭഗവാൻ അതേപോലെയാണ് പറയുന്നത്, എൻ്റെ മനസ്സിലേക്കും ബുദ്ധിയിലേക്കും നിൻ്റെ ഇതുണ്ടല്ലോ മനസ്സും ബുദ്ധിയും പ്ലഗ് ചെയ്യുക. അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. പിന്നെ എൻ്റെ ശക്തിയല്ലേ നിന്നിലേക്ക് പ്രവഹിക്കുക, എൻ്റെ അനുഗ്രഹമല്ലേ നിന്നിലേക്ക് പ്രവഹിക്കുക. എത്ര മനോഹരമായിട്ടാണ് ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞ ഭക്തിയുടെ പ്രത്യേകതകൾ. ആ സഗുണോപാസനയുടെ ഏറ്റവും ഉന്നതമായ തലത്തെപ്പറ്റിയാണ് ഭട്ടതിരിപ്പാട് ലളിതമായി, ഉപാസന മാർഗം എന്നാണ് പറയാം. അതിൽ സഗുണോപാസന എന്ന് പറഞ്ഞാൽ ദൈവത്തെ രൂപത്തിൽ കാണുകയും ദൈവവുമായി സംവദിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാകണം. എങ്കിൽ മാത്രമേ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുള്ളൂ. അത് പ്രത്യേകം ഭട്ടതിരിപ്പാട് നമ്മളോട് പറയുകയാണ് ഈ ശ്ലോകത്തിലൂടെ. ഇനി 2-ാമത്തെ ശ്ലോകം. ഗതക്ലിഷ്ട കഷ്ടം ചിത്തം രോഗബാധ മൂലം വേദന അനുഭവിക്കുന്ന മനസ്സ്. ഇവിടെ അത് വളരെ ശ്രദ്ധിക്കണം, ആ മനസ്സിൻ്റെ പ്രത്യേകത. രോഗബാധ മൂലം വേദന സഹിക്കുന്ന മനസ്സ്. തവ ചരണസേവാരസഭരേ അഭി, അങ്ങയുടെ തൃപ്പാദങ്ങൾ സേവിച്ച് പരമാനന്ദം അനുഭവിക്കുവാൻ പോലും അനാസക്തം ഭവതിവത, ആഗ്രഹമില്ലാതായിരിക്കുന്നു. ഇവിടെ മറ്റൊരു തൻ്റെ അനുഭവം വ്യക്തമാക്കി കൊടുക്കുകയാണ്. അങ്ങയിൽ തന്നെ മനസ്സും അങ്ങയിൽ തന്നെ ബുദ്ധിയും ഒക്കെ ചേർക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഭഗവാൻ എൻ്റെ ശ്രദ്ധ എൻ്റെ വാതരോഗത്തിലേക്കാണ് പോകുന്നത്. ആ വേദന വരുമ്പോൾ അങ്ങേ മറക്കുന്നു. എൻ്റെ ബുദ്ധി മനസ്സിപ്പോൾ എൻ്റെ വാതരോഗത്തിലാണ്, കാലിലാണുള്ളത്. എന്താ ഞാൻ ചെയ്യേണ്ടത്? എനിക്ക് ആ ഭക്തിയുടെ തത്വം നന്നായിട്ടറിയാം, പക്ഷെ ഇത് പ്രയോഗിക്കാൻ സാധിക്കുന്നില്ല. ആ നിസ്സഹായാവസ്ഥ ഭട്ടതിരിപ്പാട് അവതരിപ്പിക്കുന്ന രീതി പ്രത്യേകം
ശ്രദ്ധിക്കണം. കഷ്ടം തന്നെ, എൻ്റെ സ്ഥിതി കഷ്ടം തന്നെ ഭഗവാനെ എന്നാ പറയുന്നത്. വിഷ്ണോ ദയാം കുരു, മഹാവിഷ്ണു കരുണ നൽകണമേ, എന്നോട് കാരുണ്യം കാണിക്കണമേ. എൻ്റെ സ്ഥിതി മനസ്സിലായല്ലോ, ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ കാര്യം. അഹം ഭവത് പാദാംഭോജ സ്മരണരസിക, അങ്ങയുടെ പാതാരബിന്ദങ്ങളെ ധ്യാനിച്ച് രസിച്ചുകൊണ്ടും നാമനിവഹാൻ ഗായം ഗായം, ദിവ്യനാമങ്ങളെ നിരന്തരം പാടിക്കൊണ്ടും കുഹജന വിജനേ വിവത്സ്യാമി, വിജനമായ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ പോയിരിക്കണമോ. അപ്പം അങ്ങയുടെ നേരെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷേ ഇരുന്ന് കഴിഞ്ഞിട്ടും ഈ വാതരോഗം ഇടയ്ക്കിടെ ശല്യപ്പെടുന്നതുകൊണ്ട് അങ്ങനെ എനിക്ക് കുറേ നേരം നോക്കി നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. അങ്ങയുടെ തന്നെ നോക്കിയിരിക്കണം എന്നാണുള്ളത്, പക്ഷേ വേദന വരുന്നു. ഇനിയിപ്പോൾ അങ്ങയുടെ ആഗ്രഹം ഞാൻ ഇവിടെ ഇരിക്കേണ്ടതെന്നാണോ? എവിടെയെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് പോയി അങ്ങയെ ധ്യാനിച്ച് അതിൽ രസിച്ച് അങ്ങയുടെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് അങ്ങനെ കഴിയണമെന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? എനിക്കറിയുന്നില്ല. വാതരോഗത്താൽ കഠിനവേദന അനുഭവിക്കുന്ന നാരായണ ഭട്ടതിരി തൻ്റെ അനുജൻ മാതൃദത്തനുമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനമിരിക്കുവാൻ വന്നതാണ്. അതാണ് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്രീകോവിലിൻ്റെ മുന്നിലുള്ള തെക്കേ വാതിൽ മാടത്തിൻ്റെ വടക്കേ അറ്റത്ത് ഭട്ടതിരിപ്പാട് ഭജനമിരിക്കാൻ ക്ഷേത്രം ഭാരവാഹികൾ സൗകര്യം ചെയ്തു കൊടുത്തു. അവിടെയാണ് നിരന്തരം എഴുതിക്കൊണ്ട് ഇത് സമർപ്പിക്കുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിലാണ് താൻ എന്തിനിവിടെ വന്ന് ഇരിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് ഈ ദശകം 3 രണ്ടാമത്തെ ശ്ലോകത്തിലാണ് വ്യക്തമാക്കുന്നത്. ഞാൻ വെറുതെ അങ്ങ് വന്നിരിക്കല്ല ഭഗവാനെ, എനിക്ക് കഠിനമായ വാതരോഗമുണ്ട്, സഹിക്കുന്നില്ല. ഞാൻ പല വൈദ്യന്മാരെയും ഒക്കെ കണ്ടുവെങ്കിൽ അവർക്കൊന്നും ചികിത്സ ചെയ്ത് സുഖപ്പെടുത്താൻ സാധിക്കുന്നില്ല. ഒടുവിൽ അങ്ങയെ തന്നെ ശരണം പ്രാപിക്കാൻ വേണ്ടി വയ്യാതെ, നടക്കാൻ പോലും വയ്യാതെ, എൻ്റെ സഹോദരൻ്റെ സഹായത്തോടെ എങ്ങനെയോ ഞാൻ ഇവിടെ എത്തി ഇപ്പം അങ്ങയുടെ മുമ്പിൽ ഇരിക്കുകയാണ്. ഞാൻ ഇതുവരെ മുമ്പുള്ള ശ്ലോകങ്ങളിലൊന്നും അത് പരാമർശിച്ചിട്ടില്ല, പക്ഷേ ഇത് പരാമർശിക്കേണ്ടി വരുന്നു. കാരണം എൻ്റെ വാതരോഗം കൊണ്ടുള്ള ആ വേദന സഹിക്കാൻ കഴിയുന്നില്ല ഭഗവാനെ. അങ്ങ് ഇവിടെ ഇരുന്ന് അങ്ങേ കണ്ടുകൊണ്ട് ഇത് എഴുതാമെന്നല്ലേ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഭഗവാൻ ഇനി ഇവിടുന്ന് വേറെ എവിടെയെങ്കിലും പോയി ഇരിക്കണം എന്നുള്ള ഇതാണോ അങ്ങയുടെ നിശ്ചയം? പറഞ്ഞോളൂ. പക്ഷേ എങ്ങനെ നടക്കാനും കൂടി എനിക്ക് വയ്യ. തൻ്റെ ആ വിഷമാവസ്ഥ. അപ്പോൾ ഭക്തന്മാർ ഈ നാരായണം വായിക്കുമ്പോഴൊക്കെ ഇവിടെ എന്താണ് ഭട്ടതിരിപ്പാടിൻ്റെ സ്ഥിതി, ദേഹസ്ഥിതി എന്നുകൂടി മനസ്സിലാക്കിയിട്ട് ആ വിഷമാവസ്ഥ സ്ഫുരിക്കുന്ന രീതിയിൽ വേണം ഈ ശ്ലോകങ്ങൾ വായിക്കാൻ. സാധാരണ വായിക്കുന്നത് പോലെ വായിച്ചു പോകേണ്ടതല്ല. നമുക്കും ആ സമയത്ത് വിഷമങ്ങളുണ്ടെങ്കിൽ അതും കൂടി ധ്വനിക്കണം ആ വായനയിൽ, ആ ഭാവം ഉണ്ടായിരിക്കണം എന്നല്ല. ശ്ലോകം 3 കൃപാതേ ജാത എന്ന് പറയുന്ന ആ ശ്ലോകം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തേ കൃപാജാത ചേത്, അങ്ങയ്ക്ക് എന്നോട് ദയയുണ്ടെങ്കിൽ, കാരുണ്യത്തിന് വേണ്ടി യാചിക്കുകയാണ് ഭട്ടതിരിപ്പാട്. തനുഭൃതാം കിം ഇവ നഹി ലഭ്യം, ജീവികൾക്ക് എന്തൊന്നാണ് ലഭിക്കുവാൻ പ്രയാസമായിട്ടുള്ളത്? മദീയ ക്ലേശൗഘ പ്രശമന ദശാനാമകിയതി, എൻ്റെ ദുഃഖത്തെ ഇല്ലാതാക്കുക എന്നത് അങ്ങയെ സംബന്ധിച്ചിടത്തോളം എത്ര നിസ്സാരമാണ്. ഐ അസ്മിൻ ലോകേ കേ ഭവദ്ഭക്ത ഗുരുവായൂപുരേശ, ഈ ലോകത്തിൽ അങ്ങയുടെ എത്രയോ ഭക്തന്മാർ അനിശം ശോകാഭിരഹിതാമുക്താഹ, എപ്പോഴും ദുഃഖമില്ലാതെ ജീവൻ മുക്താവസ്ഥയെ പ്രാപിച്ച് അസക്താഹ സുഖഗതിം ന വിദതേ, ഒന്നിലും അത്യാഗ്രഹമില്ലാതെ സൂര്യസഞ്ചാരം ചെയ്യുന്നില്ലേ. എൻ്റെ സ്ഥിതി വല്ലാതെ കഷ്ടമാണ്. പക്ഷേ നോക്കൂ, ഈ ക്ഷേത്രത്തിലൊന്ന് ദർശനം നടത്തി പോകുന്ന മറ്റു ഭക്തന്മാരുടെ സ്ഥിതി. എനിക്കതുപോലെ നടന്നു പോകാനും അവർ ചിരിച്ച് സംസാരിക്കാനും പോലും സാധിക്കുന്നില്ലല്ലോ ഭഗവാനെ.
എൻ്റെ ഈ വേദന മാറ്റാൻ അങ്ങയ്ക്ക് ഒരു പ്രയാസമില്ല, വളരെ നിസ്സാരമാണ്, ഒരു വളരെ ചുരുങ്ങിയ സമയം കൂടി വേണ്ടെന്നർത്ഥം. ആ നിമിഷം അങ്ങ് വിചാരിച്ചാൽ ആ നിമിഷം എൻ്റെ വേദന പോയി. എന്തേ അങ്ങ് കരുണ കാണിക്കാത്തത്? നോക്കൂ, വളരെ സന്തോഷത്തോടെ ഭഗവാനെ തൊഴുത് രസിച്ച് സന്തോഷിച്ച് നടന്നു പോകുന്ന ഭക്തന്മാരെ അങ്ങ് കാണുന്നില്ലേ? എനിക്ക് എന്തുകൊണ്ടത് അങ്ങ് നിഷേധിച്ചു ഭഗവാനെ? അവർക്കൊക്കെ അങ്ങ് എപ്പോഴും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അത് വളരെ വളരെ നമ്മൾ ശ്രദ്ധിക്കണം. ക്ഷേത്രത്തിൽ പോയി ഞാൻ വഴിപാട് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, അവിടെ പോയി, ഒക്കെ ശരിയാണ്. പക്ഷെ ഭക്തിയുണ്ടോ? അതവിടെയാണ് ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നത്. ഭക്തിയില്ലെങ്കിൽ കുംഭമേള നടത്തിയിട്ടും കാര്യമില്ല. അതാണ് ഇവിടെ നാരായണീയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മാത്രമല്ല, ഗുരുവായൂർ പോയി തൊഴുത് വന്നാലും ഗുരുവായൂരപ്പൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. ഒരു സ്ഥലത്ത് ആചാര്യർ സപ്താഹം നടത്തുമ്പോൾ അടുത്തൊരു വീട്, ഒരു തറവാട് വീടാണ്, അവിടത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഒരു വളരെ പ്രായമുള്ളൊരു സ്ത്രീ, ഒരു 85-86 വയസ്സ് പ്രായമുണ്ട്, പക്ഷെ നല്ല തേജസ്സുള്ള ഒരമ്മ. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഉടനെ എന്നെ സ്വീകരിച്ച് അവിടെ ഇരുത്തി. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങവിടെ ഒറ്റയ്ക്കാണോ എന്ന് ചോദിച്ചു. ഇല്ല. ആരൊക്കെയുണ്ട്? നാരായണനുണ്ട്. ഓ, അദ്ദേഹം എവിടെ? ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അല്ല, ഇവിടെ എവിടെയെങ്കിലും മുറിയിൽ അല്ല, എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് നാരായണൻ, ഞാൻ ഒറ്റയ്ക്കല്ല. അങ്ങ് ചോദിച്ചുവല്ലോ, ഒറ്റയ്ക്കാണോ? ഇല്ല. ജനിച്ചെന്ന് മുതൽ ഇന്ന് വരെ നാരായണനെ വിടാതെ കൊണ്ട് നടക്കുക. എൻ്റെ വേണ്ടപ്പെട്ടവരൊക്കെ ക്ഷണിക്കും, വിദേശത്ത് പലരുമുണ്ട്. മുത്തശ്ശി ഇവിടെ വന്നിരുന്നോളൂ, എല്ലാവിധ സൗകര്യങ്ങളും ചെയ്യാം, അമ്മ ഒറ്റയ്ക്ക് അവിടെ കഴിയണ്ട എന്ന് പറയും. അപ്പോഴൊക്കെ ഞാനിത് പറയും, എൻ്റെ നാരായണനെ വിട്ടിട്ട് എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ ഒറ്റയ്ക്കല്ല കുട്ടികളെ, ഇവിടെ നാരായണനുണ്ട് എന്നെ ശ്രദ്ധിക്കാൻ. അതാണ് ഭക്തി, ആ ദൃഢഭക്തി. ചിലവർക്കതല്ല, കാര്യങ്ങൾ നടന്നില്ല ഉടനെ ദേഷ്യം വന്നു ദൈവത്തിനോട്. എന്ത് ദൈവം, എന്ത് ഗുരുവായൂർ, ഇല്ലേ? അങ്ങനെയുള്ളവർ പലരും ശ്രദ്ധിച്ചിരിക്കും. പോയി, അതുവരെയുള്ള ഭക്തി പോയി. അതും കൂടി കഴിഞ്ഞിട്ട് അനുഗ്രഹിക്കാൻ നിൽക്കുകയായിരിക്കും ഭഗവാൻ. ഇത് കേട്ടവിടെ നിൽക്കട്ടെ, അതിന് കുറച്ച് കഴിഞ്ഞിട്ട് ആലോചിക്കും. പോയില്ലേ? അതുവരെ എടുത്ത പണി വെറുതെയായി. അപ്പോൾ ഇത് ഭക്തന്മാർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്ലോകത്തിലൂടെ ഭട്ടതിരിപ്പാട് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. വെറും വായിച്ച് അങ്ങനെ കടന്നു പോയാൽ പോരാ, അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ഈ ശ്ലോകം ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ആ ഭട്ടതിരിപ്പാടിൻ്റെ മനസ്സാ സമയത്ത് എങ്ങനെ അതുപോലെ ഇരിക്കണം. അതാണ്. വാതരോഗമില്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേദനകൾ ഉണ്ടാവുമല്ലോ മനസ്സിൽ, അത് മാറ്റിത്തരണമെന്ന് പറയാം. ഭഗവാൻ വാതരോഗം മാറ്റുന്ന വാതരോഗ സ്പെഷ്യലിസ്റ്റ് മാത്രമല്ല. അങ്ങനെ ആളുകൾ തെറ്റിദ്ധരിച്ചു, വാതരോഗം വന്നാൽ പോയാൽ മതി. ഇല്ല, ഏത് രോഗവും ഈ സ്പെഷ്യലിസ്റ്റിന് അങ്ങനെയില്ല, എല്ലാ രോഗവും മാറ്റാൻ പറ്റും. അപ്പോൾ സമർപ്പിക്കുക ഭക്തി. ഇത് ഭക്തന്മാർ ബാലപാഠം ആദ്യം പഠിക്കേണ്ടതാണ്. അതാണ് നാരായണീയത്തിൻ്റെ ആ പ്രത്യേകത എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. അത് ആ ശ്ലോകങ്ങൾ വായിക്കുമ്പോഴും നിങ്ങളതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കണം. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുള്ള ദുഃഖം ഭഗവാൻ അകറ്റും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമസ്തേ.